ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ചെടികൾ നോക്കാൻ ഇറങ്ങലൊക്കെ വളരെ കുറവാണ് കേട്ടോ. ചെടി നനയ്ക്കാൻ പോവും, നനച്ചിട്ട് വേഗം കയറി വരും, അങ്ങനെ ഉള്ളൂ. ഞാൻ ചെടി നനയ്ക്കാൻ പോയപ്പോൾ 2 ദിവസം മുന്നേ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഈ ചെടികളുടെ ഇലകളൊക്കെ ഇതേപോലെ നമ്മൾ പെന്നിൻ്റെ ഒക്കെ ഒരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെടിയുടെ ഇല മുറിച്ച് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാ ഇലകളും ഒന്നുമില്ല, എല്ലാ ചെടികൾക്കും ഈ പ്രശ്നമില്ല. മുല്ലയ്ക്കും അതുപോലെ തന്നെ ബോഗൻവില്ലയ്ക്കുമാണ് ഈ പ്രശ്നമുള്ളത്. അത് രണ്ടും ഉള്ളൂ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരുവിധം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഈ ചൂടത്തും നിൽക്കുന്നത്. അതിന് രണ്ടിനേ ഉള്ളൂ നല്ലപോലെ ഇലകളും ഉള്ളത് കേട്ടോ. ഇത് ചെയ്യുന്നത് എന്തെങ്കിലും പുഴുക്കളാണോ അതോ മറ്റു വല്ല പ്രാണികളാണോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഇത് കറക്റ്റ് നല്ല ഷേപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറേ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നോക്കി, പക്ഷെ ഒന്നും കാണാനൊന്നുമില്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം എവിടം വരെ പോകുന്നു. ഇതേപോലെ തന്നെ ഇതേ ബോഗൻവില്ലയ്ക്കും ഈ പ്രശ്നമുണ്ട്. ബോഗൻവില്ല ഞാൻ ഒരുവിധം ഇങ്ങനെ സെറ്റപ്പ് ആക്കി പച്ച കളറാക്കി നിർത്തിയിട്ടുള്ളതാണ്. പൂക്കളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു വിൻ്റർ സമയത്ത് ഞാൻ ഈ ചെടീനെ ഒരുവിധം സെറ്റപ്പ് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ബോളൊക്കെ ആക്കി നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വിൻ്റർ വരുമ്പോൾ നല്ലപോലെ പൂക്കുന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ നിർത്തിയിട്ടുള്ളതാണ്. അപ്പോഴാണ് ഈ ഒരു പ്രശ്നം കാണുന്നത്. കറക്റ്റ് നമ്മളൊരു പെന്നിൻ്റെ ടോപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇലകൾ മുറിച്ചെടുക്കില്ല, ആ ഒരു രീതിയിലാണ് സംഭവം കാണുന്നത്. എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നോക്കാം. ഈ ചൂടത്തും മുല്ലയും ബോഗൻവില്ലയും നല്ലപോലെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലായിരുന്നു. എന്തായാലും അത്രയ്ക്ക് അങ്ങ് സമാധാനിക്കേണ്ടെന്നാണ് ഈ പണി ഒപ്പിച്ച് വെച്ചിട്ടുള്ള പുഴുവോ പ്രാണിയോ എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഒരു തീരുമാനം. എല്ലാം സംഭവിക്കുന്നതും സംഭവിക്കാതിരിക്കുന്നതും ഒക്കെ നല്ലതിനാണ് എന്നല്ലേ പറയുക. അപ്പോൾ ഇതും ശരിയാവുമായിരിക്കും.